ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കനത്ത പരാജയം നേരിടേണ്ടി വന്ന ഒരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ്. അതിന് പ്രധാന കാരണമായത് ബി.ജെ.പിയുടെ കൂടെ എക്കാലവും നിന്നിരുന്ന ഒ.ബി.സി, എസ്.സി വിഭാഗങ്ങൾ ബി.ജെ.പിയിൽ നിന്ന് അകന്നുപോയി. അതിൻ്റെ കാരണങ്ങളിലൊന്ന് പ്രതിപക്ഷത്തിൻ്റെ ഒരു വലിയ പ്രചാരണമായിരുന്നു. പ്രതിപക്ഷം പറഞ്ഞത് ബി.ജെ.പി വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒ.ബി.സിക്കും എസ്.സിക്കും മറ്റും നൽകുന്ന സംവരണം എടുത്തു കളയും എന്നുള്ളതായിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞതുമില്ല. ഇതിനാൽ തന്നെയായിരുന്നു ഒ.ബി.സി, എസ്.സി വിഭാഗങ്ങൾ ബി.ജെ.പിയിൽ നിന്ന് അകന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അകന്നുപോയ രണ്ട് വിഭാഗങ്ങളും വീണ്ടും തിരികെ എത്തി എന്നുള്ള ഒരു കണക്കുകളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയുടെ ഉറച്ച കോട്ടകളിലൊന്നായ കതേഹാരി നിയമസഭാ മണ്ഡലം. ഈ കതേഹാരി നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രത്യേകത അവിടെ ഏതാണ്ട് 70% ഒ.ബി.സി, എസ്.സി മാത്രമുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ബി.ജെ.പി ഇതാദ്യമായി ജയിച്ചു കയറിയിരിക്കുന്നു. ബി.ജെ.പി അവിടെ മത്സരിപ്പിച്ചത് മുൻ ബി.എസ്.പി നേതാവായ ധരംരാജ് നിഷാദിനെയാണ് മത്സരിപ്പിച്ചത്. അദ്ദേഹം ജയിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെയാണോ വിട്ടകന്നു പോയ സമുദായങ്ങൾ അവരെല്ലാം തിരിച്ചെത്തിയിരിക്കുന്നു. കാരണം അവിടുത്തെ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ട് പിന്നാലെ തന്നെ RSS നേതൃത്വം ഒന്നടങ്കം UP-യിലെത്തി നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണിത്. അതിനേക്കാൾ ഉപരി ശത്രുപക്ഷത്ത് നിന്നവർ മിത്രങ്ങളായി മാറുന്ന കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കാണാൻ കഴിയും. കേശവ് പ്രസാദ് മൗര്യയെ പോലെയുള്ള യോഗിയുടെ എതിരാളി എന്ന് മാധ്യമങ്ങൾ വാഴ്ത്തിയ ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ഇപ്പോൾ അഖിലേഷ് യാദവിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് രംഗത്ത് എത്തിയിരിക്കുന്നത്. അതായത് പാർട്ടി ഒറ്റക്കെട്ടാകുകയും അകന്ന സമുദായങ്ങൾ ഒന്നിക്കുകയും ചെയ്തിരിക്കുന്നു. അതുതന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധികം നാളുകളില്ല. അതുകൊണ്ട് തന്നെ ഈ സമവാക്യമായിരിക്കും വരും നാളുകളിലും UP-യിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ന്യൂസ് ഡെസ്ക്.